ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ് അണക്കെട്ടുകളിലെ ബോട്ടിംഗ്. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെഡൽ ബോട്ടും ശിക്കാര ബോട്ടും കുട്ടവഞ്ചിയുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മഴക്കാലം അവസാനിച്ചതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. മൂന്നാറിന്റെ കുളിരും പ്രകൃതി മനോഹാരിതയും ആസ്വദിക്കുന്നതിനൊപ്പം ബോട്ടിംഗ് സെന്ററുകളിലെ ബോട്ട് സവാരിയും സഞ്ചാരികളേറെ ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്കനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. പരന്നു കിടക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പിലൂടെ യൂക്കാലിപ്സ് മരങ്ങളുടെ തണൽപറ്റി പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിലൂടെയുള്ള കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമാണ്. പൊങ്കൽ വെക്കേഷൻ ഇവിടെ കുണ്ടല ഡാമിൽ വന്നേച്ച് ബോട്ടിംഗ് പെഡൽ ബോട്ടിംഗ് ചെയ്തു. ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു ക്ലൈമറ്റിലൂടെ വന്നാൽ ഇറ്റ്സ് റിയലി അമേസിംഗ്. അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെഡൽ ബോട്ടും ശിക്കാര ബോട്ടും കുട്ടവഞ്ചിയുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ദിവസവും നിരവധി സഞ്ചാരികളാണ് കുണ്ടള അണക്കെട്ടിലെത്തി മടങ്ങുന്നത്. കുണ്ടള അണക്കെട്ടിന് പുറമെ മാട്ടുപ്പെട്ടി, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലും ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സൗകര്യമുണ്ട്. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുകൂടി ചെയ്താൽ സഞ്ചാരികൾ കൂടുതൽ സമയം ബോട്ടിങ്ങിനായി ചിലവഴിക്കുന്ന സാഹചര്യമുണ്ടാവും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.